ഇടുക്കി നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് ഗൈസ്. യാത്ര പോവുകയാണ്. എങ്ങോട്ടേക്കാണെന്ന് ഞാൻ പോകുന്ന വഴിക്ക് പറയുന്നതായിരിക്കും. ഓക്കെ, പോയിട്ട് വരാം കേട്ടോ. ചാച്ചാ, മഴ പെയ്യുമെന്തോ. അപ്പോൾ ഇതാണ് നമ്മുടെ പടക്കുതിര. ഇതിലാണ് നമ്മൾ പോകുന്നത്. കോട്ടെടുത്തേക്കാം, മഴ വന്നാലോ. അപ്പോൾ അത് സെറ്റ്. അപ്പോൾ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യല്ലേ. സ്റ്റാർട്ട് ചെയ്യുന്നു. അമ്മ ബൈ. അപ്പോൾ നമ്മൾ എളങ്കാട് നിന്ന് കൊടുങ്ങ പോകുന്ന റൂട്ട് വഴി കയറിയൊക്കെയാണ്. ഇതുവഴി നമ്മൾ പോയിട്ട് നേരെ എന്താ പറയുക, അടിവാരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതുവഴി നമ്മൾ പൂഞ്ഞാറ് ചെന്നിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എളങ്കാടുകൾക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. അതേ കാണുന്നത് വാഗമണ്ണ് മലയാണ് കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഞാൻ 1 തൊട്ട് 7 വരെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ SNDP അമ്പലമാണ്, കൊടുങ്ങ അമ്പലം. അപ്പം ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പം എപ്പോഴും ഞാൻ ഈ വഴി പോകുമ്പോഴത്തേനും നേർച്ച ഇടാറുണ്ട്. നേർച്ച ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം നമുക്കിന്നും നേർച്ച ഇട്ടിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോയേക്കാം. അപ്പം ഇതാണ് എൻ്റെ വണ്ടി. അപ്പം നമ്മൾ കൊടുങ്ങേന്ന് അടിവാരം പോകുന്ന റൂട്ടിലേക്ക് ജസ്റ്റ് വന്നതേ ഉള്ളൂ. പക്ഷേ മഴ നന്നായിട്ട് തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കയറ്റവും ഇറക്കമൊക്കെ ഉള്ള റൂട്ടാണ്. ഈ ബൈക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കാണുന്നത് ഒരു വെള്ളച്ചാട്ടമാണ്. മെയിനായിട്ട് ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് അത് സജീവമാകുന്നത്. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ ഒരു പാറമടയൊക്കെ ഉണ്ട്. ഫങ്ഷനിങ് ഒന്നുമില്ല, ഇതൊക്കെ നിന്ന് പോയതാണ്. സോ എനിക്ക് തോന്നുന്നു ഇനി കോട്ടിട്ടിട്ടേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിന് മുന്നേ ഞാൻ ഇവിടുത്തെ കാഴ്ചയ്ക്ക് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് അത്യാവശ്യം താഴേക്ക് നല്ല കുഴിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് ഒരൊറ്റ പോക്കാം കേട്ടോ. പക്ഷേ ഈ വെള്ളച്ചാട്ടം കണ്ടില്ല, ഭയങ്കര ഭംഗിയായിട്ടില്ലേ. ഇതിങ്ങനെ ഇങ്ങനെ സ്ട്രെയിറ്റിന് താഴേക്ക് കൊടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ താഴേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങളാരും അങ്ങോട്ട് പോകാനൊന്നും ശ്രമിക്കണ്ട. ഐ മീൻ ഈ വഴി വരുന്ന ആൾക്കാർ. വഴിയൊന്ന് ഞാൻ കാണിച്ചു തരാം. സോ കോൺക്രീറ്റ് റോഡാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, പൊളിഞ്ഞൊന്നും പോയിട്ടില്ല. കുറേ നാളായിട്ട് കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ കയറി വന്നേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് കോട്ടിട്ടിട്ടൊക്കെ കണ്ടിന്യൂ ചെയ്യാം. എന്നെ ഇങ്ങനെ കാണുമ്പോൾ ആരും ചിരിക്കൊന്നും വേണ്ട. പക്ഷേ ഇത് അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. ഞാനിതിൻ്റെ ഫുള്ള് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്കിത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇറ്റ്സ് വെരി 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 ബ്യൂട്ടിഫുൾ. കറക്റ്റ് വഴി ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. എളങ്കാട് നിന്ന് അടിവാരം പോകാൻ വേണ്ടി കൊടുങ്ങ വഴിയുള്ള റൂട്ടാണ്. കണ്ടിന്യൂ ചെയ്യാം. ഇത് ഭയങ്കര അടിപൊളി സ്ഥലമാണ്, കാണാൻ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇതിന് നിയർ ബൈ ആയിട്ടുള്ള താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഒരു വൺസ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് വഴി. ഇപ്പോൾ മഴയൊക്കെ മാറി. സോ മലയൊക്കെ കണ്ടോ, ഇതാണ് കേട്ടോ വഴി. ഇവിടെ എന്തോ മരം മുറിക്കുള്ള പരിപാടി ഒന്നും നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വൃത്തിയില്ലാണ്ട് പോലെ കിടക്കുന്നത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സോ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടോ. ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ മേഘങ്ങൾ ഇങ്ങനെ ബെഡായി കിടക്കുന്നതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡെസ്റ്റിനേഷൻ തൊടുപുഴയിലെ മുട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. മുട്ടത്തു നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേനും ഒരു കൊച്ചു ഗ്രാമമുണ്ട്, കൊടയത്തൂർ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇനി പോകുന്ന വഴിക്കത്തെ കുറച്ച് കാഴ്ചകളോടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളും കാണാം. സോ ലെറ്റ്സ് കണ്ടിന്യൂ. നമ്മൾ ഓൾമോസ്റ്റ് മലയുടെ മണ്ടയ്ക്കെത്തി. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. സോ ഇനി നമ്മൾ മല ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങി ചെല്ലുന്നത് അടിവാരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. ഇവിടെയൊക്കെ എപ്പോഴും കോട ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുന്നുള്ള വ്യൂ ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ ഇവിടുത്തെ വ്യൂ ഇത് ഭയങ്കര രസമാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് നിങ്ങൾക്ക് അവിടെ അങ്ങ് എന്താ പറയുന്നത്, ഇത് കണ്ടോ, ആ ഒരു വൈറ്റ് കളറിൽ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരുവന്താനത്തുള്ള കോളേജാണ്. സോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ കോളേജ് വരെ കാണാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സ്ഥലം. സോ അതാണ്. അപ്പോൾ എൻ്റെ ബാക്ക് സൈഡിൽ ഈ കാണുന്നത്
അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മലനിരകളാണ് കാണാൻ പറ്റുന്നത്. അത് തന്നെ നമ്മൾ മല കയറിയിട്ട് ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. മല കയറി ഏകദേശം അതിന് മണ്ടയ്ക്കെത്തി. സോ ഇനി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങി നേരെ ചെന്ന് എന്താ പറയുന്നത്, അടിവാരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഈ വഴി കിടക്കുന്നത് കണ്ടോ? ഈ വഴി ഒന്ന് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ താഴെ അടിവാരത്തിൽ തന്നെ നിൽക്കത്തുള്ളൂ. അതുപോലെ ഈ വഴി പോയി കിടക്കുകയാണ്. സോ ഈ വഴി എങ്ങനെ ഇറങ്ങി പോകണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു നിശ്ചയവുമില്ല. അങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഇത് ബാക്ക് സൈഡിൽ കണ്ടില്ലേ, ആ സൈഡിലും എല്ലാം നല്ലതായിട്ട് ഫുള്ള് കട്ടറാണ്. പക്ഷെ തെന്നും, ബ്രേക്ക് പിടിച്ചാൽ ഭയങ്കരമായിട്ട് തെന്നും. നോക്കാം, അമ്മ എന്നോട് ഈ വഴിക്ക് പോകുമ്പോഴത്തേന് സൂക്ഷിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടും ഈ വഴി ഇങ്ങനെ തന്നെ കിടന്നിരുന്നത്. പക്ഷേ ടാർ ചെയ്തതിന് ശേഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ടാറിങ് ഫുള്ളായിട്ട് പോയിട്ടിരിക്കുന്നു. പണ്ടത്തെ പിന്നത്തെ ആയി, അതുപോലെയായി. സോ നമുക്ക് പോയി നോക്കാം. സോ ഞാൻ എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ട് കുറച്ചുകൂടി താഴേക്ക് എത്തി. സോ ഈ കാണുന്ന മലനിരകളൊക്കെ കണ്ടോ? ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ മലയാണ് വാഗമൺ മല. വാഗമണ്ണിൻ്റെ ഒരു സൈഡായിട്ട് വരും, കുരിശുമലയുടെ ഒക്കെ ഭാഗത്തായിട്ട് വരും. അപ്പോൾ ഞാൻ വണ്ടി ഇതാ ഇവിടെ നിർത്തി, ജസ്റ്റ് ഒന്ന് ഈ വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടി നിർത്തിയതാ. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? ഇറ്റ്സ് വെരി നൈസ്. സോ നമുക്കിവിടുന്ന് യാത്ര തുടരാം. അടിവാരം ചെല്ലുമ്പോൾ നമുക്ക് കാണാം. ഞാൻ അടിവാരം എത്തി. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് പൂഞ്ഞാറ് ഈരാറ്റുപേട്ട, അവിടുന്ന് തൊടുപുഴ റൂട്ട് കയറി അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഈരാറ്റുപേട്ടയൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കും. നമുക്ക് തൊടുപുഴ റൂട്ട് കയറിയിട്ട് ഞാൻ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അടിപൊളി റൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ റൂട്ട് വഴി പോകുന്നത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. സോ ഈ മലയുടെ താഴ്വാരത്തിരിക്കുന്ന ഒരു ഗ്രാമമാണ് അടിവാരം. ഇത് അടിവാരത്തുള്ളൊരു പള്ളിയാണ്, സെൻറ്റ് മേരീസ് ചർച്ച്. സോ ഈ സൈഡിൽ കൂടെ കാണുന്ന വഴി കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് വാഗമൺ കുരിശുമല ആ ഭാഗത്ത് എത്താൻ പറ്റും. പക്ഷേ ഫുൾ ഓഫ് റോഡാണ്. ഇതുവഴി പോയി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പോകാം, ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പോകാം. അതായത് അടിവാരം എത്തിയിട്ട് കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോഴത്തേനും പള്ളിയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി. ഇനി നിങ്ങൾ പൂഞ്ഞാറ് വഴിയാണ് വരുന്നതെങ്കിൽ പൂഞ്ഞാറിൽ നിന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ പോകുന്നത് പൂഞ്ഞാറ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പൂഞ്ഞാറ് വഴിയാണ് വരുന്നതെങ്കിൽ പൂഞ്ഞാറ് വഴി അടിവാരം വരിക, അടിവാരം പള്ളിയുടെ സൈഡിലുള്ള വഴി കൂടെ കയറി പോവുക. ഓഫ് റോഡേഴ്സിനൊക്കെ പറ്റിയ വഴിയാണ്. നിങ്ങളൊന്ന് വൺസ് പോയി ട്രൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജീപ്പൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലും ഓക്കെയാണ്. സോ നമ്മൾ പൂഞ്ഞാറെന്ന് പറഞ്ഞ സ്ഥലം എത്താറായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ആക്ച്വലി നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ മലയുടെ മുകളിൽ ഒരു കെട്ടിടം? ഇത് ആക്ച്വലി എൻ്റെ കോളേജാണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാർ. ഞാൻ എഞ്ചിനീയറിങ്ങിന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് 2016-20 ബാച്ചായിരുന്നു അവിടുത്തെ. സോ ഈ മലയുടെ മണ്ടക്കിരിക്കുന്ന ആ കെട്ടിടം എൻ്റെ കോളേജാണ്. സോ കണ്ടപ്പോൾ ഒരു ന്യൂസ് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിളിച്ച്. മഴ മാറിയെന്ന് തോന്നിയപ്പോഴത്തേനും ഞാൻ കോട്ടയ്ക്ക് ഊരിയായിരുന്നു. ഇനി എന്നാ നേരെ നമ്മൾ പൂഞ്ഞാറ് ചെല്ലുന്നു. അവിടുന്ന് ഈരാറ്റുപേട്ട, അതായത് നമ്മൾ തൊടുപുഴ റൂട്ട് ചാടുന്നു. അവിടുന്ന് പിന്നെ സ്മൂത്ത് റോഡാണ്, കുറേ ഹെയർ പിൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അടിപൊളിയാണ്, സൂപ്പറാണ് കാണാനായിട്ട്. ആ വഴി കയറിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ തൊടുപുഴ റൂട്ടിൽ വന്ന് ചാടിയിട്ടുണ്ട്. അടിപൊളി റൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൂട്ടിൽ കൂടെ പോകാൻ. സോ ഇനി നമുക്കിവിടുന്ന് നേരെ പോയി മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് കാണാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ മുട്ടം അങ്ങനെ ക്രോസ് ചെയ്തിരിക്കുകയാണ്. മുട്ടത്ത് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് സിറ്റിയിലൊന്നും എനിക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ മുട്ടത്തുനിന്ന് നമ്മൾ അതായത് ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുമ്പം മുട്ടത്തുനിന്ന് നമ്മൾ റൈറ്റ് സൈഡ് തിരിഞ്ഞ് മൂലമറ്റം റൂട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. തൊടുപുഴ മൂലമറ്റം റൂട്ട്. ആ റൂട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേനാണ് കൊടയത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമുക്ക് തിരിയാനുള്ളൊരു ഇത് വരുന്നത്. സോ ഗൈസ്, നമ്മൾ കൊടയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മുട്ടത്തൂന്ന് മൂലമറ്റം റൂട്ട്. 6 കിലോമീറ്റർ മുന്നോട്ടേക്ക് വരുമ്പോഴത്തേക്കും കൊടയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് ഈ കാണുന്ന ആർച്ച് വഴി കയറി നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള വഴിയിലേക്ക് കയറി പോകണം. സോ ഇതാണ് കൊടയത്തൂർ പാലം. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഈ പാലം കടന്ന് കയറി ചെല്ലുമ്പോൾ നമ്മളൊരു സ്വർഗത്തിലേക്കാണ് ആക്ച്വലി. ഈ പാലത്തിൽ സിഗ്നലിംഗ് സംവിധാനമാണ്. സോ നമ്മൾ എന്താ പറയുന്നത്, ഗ്രീൻ തെളിയുന്നത് വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പാലത്തിൻ്റെ അക്കരെ എത്തിയിട്ട് നമുക്ക് കാണാം. സോ നമ്മൾ പാലത്തിൻ്റെ അക്കരെ എത്തിയിട്ടുള്ള വ്യൂ ആണ് ഗൈസ്. ഇത് വെരി വെരി ബ്യൂട്ടിഫുൾ. ഇതാണ് നമ്മളുടെ കൊടയത്തൂർ എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമം. ആ കാണുന്ന ഇലവിഴ പൂഞ്ചിറയാണ് മലനിരകൾ. സോ
സോ എൻ്റെ വണ്ടി ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് എക്സ്പ്ലോറിങ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ കുടയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ബൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കട്ടെ. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്താ പറയുക, ഇതാണ് കുടയത്തൂരിലെ പാലം. ഇതാണ് ഗ്രാമം. സോ ഈ പാലത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും വേറെ ഇവിടെ സൈഡിൽ കുറേ വീടുകൾ കാണാം. ആ വീടുകളിലൊന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഞാനിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ ഇപ്പം പച്ച കത്തിയിട്ടുണ്ട്. അപ്പോഴത്തേനും ആൾക്കാർക്ക് വണ്ടിയായിട്ട് ഇതുവഴി കയറാൻ പറ്റുന്നതാണ്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും ഒരു പുള്ളിക്കാരൻ കൈയൊക്കെ ആട്ടി കാണിച്ചിട്ട് പോവാണ് കേട്ടോ. ആര് എന്താ ഭംഗിന്ന് നോക്കണം, എന്ത് രസമാണ്. എനിക്ക് ഈ നാടിൻ്റെ ഭംഗി എക്സ്പ്ലെയിൻ ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടാറില്ല. ഇത് ഈ കാണുന്ന മലനിരകൾ ഇലവിഴ പൂഞ്ചിറയാണ്. കുറച്ചും കൂടെ ഇപ്പം ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു മൂഡിലൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ചിങ്ങനെ മങ്ങി നിൽക്കുന്നത്. പക്ഷേ അല്ലാത്ത സമയത്ത് ഇവിടെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലങ്കര ഡാമിൻ്റെ റിസർവോയറാണ്. മലങ്കര ഡാമിൻ്റെ ഇപ്പം ഷട്ടർ തുറക്കുന്ന സമയത്തൊക്കെ ഇവിടെ വെള്ളം കുറയും. ഇപ്പോൾ ആക്ച്വലി ഇവിടെ വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ചില സമയങ്ങളിലൊക്കെ ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ നിറച്ച് വെള്ളമാണ്. അപ്പോഴത്തേനും കാണാനും ഭയങ്കര അടിപൊളിയാണ്. സോ ഇനി നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോവാം. ഇത് കണ്ടില്ലേ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ സ്ഥലം കണ്ടിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ടല്ല, പക്ഷേ സിനിമകളിൽ കൂടെ നിങ്ങൾ ഒരുപാട് തവണ ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാകും. മലയാള സിനിമയുടെ ഒരു ഭാഗ്യ ലൊക്കേഷൻ എന്ന് തന്നെ അറിയപ്പെടുന്നൊരു സ്ഥലമാണ് കുടയത്തൂർ. സോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. കഴിഞ്ഞ തവണ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം കയറിയാണ് കിടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗം വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മലങ്കര ഡാമിൻ്റെ ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഷട്ടർ തുറന്നു വിടുന്ന സമയത്തൊക്കെ ഇവിടെ വെള്ളം ഇറങ്ങിപ്പോകാറുണ്ട്. മെയിനായിട്ട് മഴക്കാല സമയത്ത് ഇവിടെ വരുവാണെങ്കിൽ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് ഷട്ടറുകളൊക്കെ തുറന്നിട്ടുണ്ടാവില്ല. അപ്പോഴത്തേനും വെള്ളം ഒബ്വിയസ്ലി ഇതുപോലെ റിസർവോയർസിലെ വെള്ളം കുറയും. അതുകൊണ്ട് വെള്ളം കുറവായിരിക്കും. പക്ഷേ വേനൽക്കാലത്ത് വരുമ്പോഴത്തേനും ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ഭംഗിയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴമൂടിലുള്ളതുകൊണ്ട് ചെറിയൊരു മങ്ങൽ എന്തോ ഒരു ഫീൽ ചെയ്യുന്നില്ലേ, അത് നമ്മൾ വേനൽക്കാലത്ത് വരുന്ന സമയത്ത് ഇവിടെ ഫുള്ള് ഇതുപോലെ നിറച്ച് വെള്ളമായിരിക്കും. ഇത് സമയമുള്ളപ്പോഴൊക്കെ വരുന്നൊരു സ്ഥലമാണിത്. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നാണ് കൊടയത്തൂർ എന്ന് പറയുന്നത്. മാത്രമല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നാടാണ്. ആദ്യമായിട്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം കാണുന്നത്. അന്ന് കണ്ടപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു സ്ഥലത്ത് വന്ന പോലെ, അതായത് ഒരു ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ തന്നെ ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിലെ സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാനിന്ന് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ ഇവിടുന്ന് നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. തൊട്ടടുത്ത് തന്നെയാണ് അവളുടെ വീട്. ഇനി അവളുടെ കൂടെ കുറേ കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഞാനതുപോലെ തന്നെ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത്ര മനോഹരമാണ് ഈ നാട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. വേറൊരു എപ്പിസോഡായിട്ട് കുടയത്തൂരിൻ്റെ കാഴ്ചകൾ മാത്രമായിട്ട് ഞാനൊരു എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. സോ അതുവരെ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ. ദിസ് ഈസ് സഞ്ജു ബി ഇടുക്കി. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. തുടർന്ന് വീക്കെൻഡ്സിലെ എപ്പിസോഡിൽ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് പോരായ്മകൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ അതെല്ലാം നികത്തിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ സൂപ്പറായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇതാണ് കൊടയത്തൂർ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഓടി നടക്കണമെന്നുണ്ട്. അതുപോലെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ദിസ് ഈസ് സഞ്ജു ബി സൈനിങ് ഓഫ്.